സ്നേഹമുള്ളവരെ, നമ്മൾ 50 നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. പേതുരുത്ത കഴിഞ്ഞു വരുന്ന പാതിരാത്രിയിലാണ് നോമ്പിൻ്റെ ആരംഭം നമ്മൾ കാണുക. അപ്പം ആ നോമ്പ് കടക്കുമ്പോൾ പേതുരുത്ത എന്ന വാക്കിൽ ആരംഭിക്കുന്നു. പേതുരുത്ത എന്ന വാക്കിൻ്റെ അർത്ഥം അവസാനിപ്പിക്കൽ, ആഘോഷങ്ങളുടെ അവസാനിപ്പിക്കൽ. അതാണ് പേതുരുത്ത. പിന്നെ ആരംഭിക്കുകയാണ് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു വലിയ സംഘടനം. എന്നിലെ പാറയും പത്രോസും തമ്മിലുള്ള ഒരു സംഘടനം. ആ സംഘടനമാണ് നോമ്പുകാലം. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പൗരസ്ത്യ സഭയിൽ നോമ്പുകാലത്തെ ആത്മവിശുദ്ധീകരണ കാലം എന്ന് വിളിച്ചിരുന്നു. ജീവിത വിശുദ്ധീകരണ കാലമെന്നും വിളിക്കാറുണ്ട്. ചാരം പൂശിക്കൊണ്ട് ആരംഭിക്കുന്ന നോമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ പൊടിയാണ്. ആദ്യ മനുഷ്യൻ ദൈവമാകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ്, മനുഷ്യൻ ദൈവമല്ല, മനുഷ്യ നീ പൊടിയാണ്, ആ പൊടിയിലേക്ക് നീ പിന്തിരിയും. നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് നമ്മൾ ലോകസംശം പറയുകയാണ്, ഞങ്ങൾ നശ്വരമായ ശരീരത്തിൽ വസിക്കുന്നവരാണ്, ഒരു മൺകൂടാരത്തിൽ പാർക്കുന്നവരാണ്, ഇവിടം വിട്ടുപോകും, ഇത് ശാശ്വതമായ ഒന്നല്ല, മറ്റൊരു ലോകം എനിക്കുണ്ട്, ഇത് നശ്വരമായ ലോകം, അനശ്വരമായ ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഇതാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുക. അല്പം നൊമ്പരം അനുഭവിക്കുന്ന ഒരു ജീവിതകാലം. അപ്പം ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആ 3-ാം അധ്യായം മുതൽ ചിന്തകൾ നമുക്ക് ലഭിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 3 പ്രലോഭനങ്ങൾ ആദ്യ നാരിക്ക്, ആദ്യ മാതാവിനുണ്ടായി. എന്തെല്ലാമാണ് 3 പ്രലോഭനങ്ങൾ? 1, കാണാൻ കൗതുകമുള്ള പഴം അവൾക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പേരാണ് കണ്ണുകളുടെ ദുരാശ. 2, തിന്നാൻ അവൾക്ക് കൊതി തോന്നി. അതിൻ്റെ പേരാണ് ജഡത്തിൻ്റെ ദുരാശ. ദൈവത്തെ പോലെയാകാൻ മോഹം തോന്നി. അതിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ അഹന്ത. പർദീസയിൽ ആരംഭം കുറിച്ച 3 പ്രലോഭനങ്ങൾ ഇന്നുകൊണ്ട്. കണ്ണുകളുടെ ദുരാശ, ആകർഷണം, എന്ത് കണ്ടാലും നോക്കിക്കൊണ്ട് നിൽക്കുക. ഇഷ്ടപ്പെട്ട പടമാകാം, എന്തുമാകാം, കണ്ണിന് കൗതുകം കിട്ടുന്നതൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കണ്ണുകളുടെ ദുരാശയിലാണ്. ഭക്ഷണത്തോടും മറ്റും അമിതമായ ആസക്തി കാണിക്കുമ്പോൾ അത് ജഡത്തിൻ്റെ ദുരാശയാണ്. അത് സെക്സ് ആകാം, അത് ഭക്ഷണമാകാം, അത് പലതുമാകാം. ഞാൻ വലിയ ആളാണ്, ഒരു തലക്കനം, ജീവിതത്തിൻ്റെ അഹന്ത. നോമ്പുകാലം ഇതിനുള്ള പരിഹാര കാലങ്ങളാണ്. എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി, വേണ്ടാത്തത് ഞാൻ കാണില്ല. എൻ്റെ കാതുമായി ഒരു ഉടമ്പടി, വേണ്ടാത്ത കാര്യം ഞാൻ കേൾക്കില്ല. എൻ്റെ മനസ്സുമായൊരു ഉടമ്പടി, ഞാൻ എത്ര താന്നാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ ആരെങ്കിലും കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് ജീവിതത്തിൻ്റെ എളിമ എന്നൊക്കെ പറയുക. 50 നോയമ്പ് വളരെ വേഗം കടന്നു പോകുമ്പോൾ ചാരം പൂശി ആരംഭിക്കുന്ന ഈ കാലത്ത് 3 മേഖലകളിൽ നമുക്ക് നമ്മളെ തന്നെ അതിജീവിക്കാൻ ശ്രമിക്കാം. കണ്ണുകളുടെ മേൽ ഒരു നിയന്ത്രണം, നാവിൻ്റെ മേൽ ഒരു നിയന്ത്രണം, കാതിൻ്റെ മേൽ ഒരു നിയന്ത്രണം, ചിന്തകളുടെ മേൽ ഒരു നിയന്ത്രണം. അങ്ങനെ ഒരു ചെറിയ നൊമ്പരം അതനുഭവിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യരായി ഉത്ഥാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മളും ഉയർത്തെഴുന്നേൽക്കും. എല്ലാവർക്കും പ്രാർത്ഥനാനിരതരമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. പീഡാസഹനത്തിലൂടെ കടന്നുപോയ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.